വേല ചെയ്യുവാൻ താമസിച്ചു പോയി ഞാൻ. എൻ്റെ ദൈവമേ, നീ എനിക്കു തന്നതാ വേല ചെയ്യുവാൻ. എൻ്റെ പാപം നീ പൊറുക്കണേ, എന്നിൽ നീ കനിഞ്ഞിടണമേ. എൻ്റെ പാപം നീ പൊറുക്കണേ, എന്നിൽ നീ കനിഞ്ഞിടണമേ. പാപം വിട്ടുപോയി എങ്കിലും പ്രിയ എൻ്റെ വീട്ടിൽ അംഗമാക്കണേ. പാപം വിട്ടുപോയി എങ്കിലും പ്രിയ എൻ്റെ വീട്ടിൽ അംഗമാക്കണേ. സ്തുതികളും സ്തോത്രവും പാടി വാഴ്ത്തിടാം എല്ലാ നാളിലും നന്ദിയോടെ ഞാൻ. സ്തുതികളും സ്തോത്രവും പാടി വാഴ്ത്തിടാം എല്ലാ നാളിലും നന്ദിയോടെ ഞാൻ. താമസിച്ചു പോയി ഞാൻ. എൻ്റെ ദൈവമേ, നീ എനിക്കു തന്നതാ വേല ചെയ്യുവാൻ. താമസിച്ചു പോയി ഞാൻ. എൻ്റെ ദൈവമേ, നീ എനിക്കു തന്നതാ വേല ചെയ്യുവാൻ. എൻ്റെ പാപം നീ പൊറുക്കണേ, എന്നിൽ നീ കനിഞ്ഞിടണമേ. എൻ്റെ പാപം നീ പൊറുക്കണേ, എന്നിൽ നീ കനിഞ്ഞിടണമേ. An evangelist was sharing the word of God in a church on God's grace and repentance. ദൈവ കൃപയും മാനസാന്തരമും എന്നുള്ള ദൈവ വിഷയത്തെക്കുറിച്ച് ഒരു സുവിശേഷകൻ ഒരു പള്ളിയിൽ പ്രസംഗിക്കുകയായിരുന്നു. The word of God pierced into a little boy's heart and he was touched. പള്ളിയിൽ ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരു കൊച്ചു പയ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വചനം തുളച്ചു കയറുകയും ആ പയ്യൻ കർത്താവിൻ്റെ കരത്താൽ തുടപ്പെടുകയും ചെയ്തു. After the service, the boy met the servant of God and expressed his gratitude. ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ആ കൊച്ചുമിടുക്കൻ ശുശ്രൂഷകനെ കണ്ട് തൻ്റെ നന്ദി രേഖപ്പെടുത്തി. He gave 60 rupees as an offering to the servant of God and said, ആ പയ്യൻ ഒരു 60 രൂപ എടുത്ത് സുവിശേഷകൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു, Sir, I stole 2 mangoes from the nearby garden. സർ, അടുത്തുള്ള ഒരു തോട്ടത്തിൽ നിന്ന് ഞാൻ 2 മാങ്ങ മോട്ടിച്ചു. Each may cost 20 rupees. ഓരോ മാങ്ങയുടെയും വില 20 രൂപ മതിപ്പുണ്ടാകും. So please take this as a restitution for it. ആകയാൽ ഈ പണം അതിന് ഒരു നഷ്ടപരിഹാരമായി കൈക്കൊണ്ടാലും. The evangelist replied, ആ സുവിശേഷകൻ മറുപടി നൽകി, Okay, that is 40 rupees. But why are you giving me 60 rupees? ഒരു മാങ്ങ 20 രൂപയെങ്കിൽ 2 മാങ്ങ മോട്ടിച്ചെങ്കിൽ അത് 40 രൂപ മാത്രമാണല്ലോ വരുന്നത്. പിന്നെ എന്തിനാ ഈ 60 രൂപ എൻ്റെ കയ്യിൽ തന്നത്? The little boy replied, കൊച്ചു പയ്യൻ മറുപടി നൽകി, Sir, the remaining 20 rupees is for the mango I intend to steal tomorrow. ബാക്കിയുള്ള 20 രൂപ നാളെ എനിക്കൊരു പദ്ധതി കൊണ്ട് ഒരു മാങ്ങ കൂടെ മോട്ടിക്കുവാൻ അതിന് മുൻപണമാണ്. Hearing this, the evangelist was thunderstruck, not knowing whether to cry or laugh on the mindset of the boy. ഇത് കേട്ട ഉടൻ ആ സുവിശേഷകന്റെ തലയിൽ ഇടി വീണതുപോലായി. ഈ പയ്യന്റെ വാക്ക് കേട്ടിട്ട് ചിരിക്കണമോ കരയണമോ എന്നുള്ള മട്ടിലായി. Dear brothers and sisters, കർത്താവിൽ പ്രിയരെ, never abuse God's grace.
കർത്താവിൻ്റെ കൃപയെ ആരും ഒരു നാളും ദൂഷിക്കരുതേ. The Bible says in Jude chapter 1 verse 4, വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, യൂദലേഖനം 1:4 let us never turning God's grace into sin and deny our Lord God Jesus Christ. ദൈവത്തിൻ്റെ കൃപയെ അതിക്രമത്തിന് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ ക്രിസ്തു യേശുവിനെ നിഷേധിക്കുന്നവർ ആകരുത് നാം. Confess your transgression and forsake. അതിക്രമം ഏറ്റുപറഞ്ഞ് എന്നേക്കുമായി ഉപേക്ഷിക്കുക. Let us lead a life totally immersed in the mercy of God. പൂർണ്ണമായി ദൈവകാരുണ്യത്തിൽ മുഴുകിയ ഒരു ജീവിതം നമുക്ക് നയിക്കാം. God bless you all. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കാം.